അത് അതിൽ വ്യക്തത വരുത്തി അങ്ങ് പോകാം. ബാക്കിയുള്ളവരിലേക്ക് പോകുന്നതിന് മുമ്പ് മിനി അത് പറയൂ. 700 രൂപ നിങ്ങൾ ദിവസവേതനം എന്ന് ആവർത്തിച്ച് പറയുമ്പോൾ അത് ഒരു തൊഴിലാളിയായി അംഗീകരിക്കപ്പെടുമ്പോൾ കിട്ടുന്ന വേതനമാണ്. നിങ്ങൾക്ക് അങ്ങനെ ഒരു ആവശ്യം ഇപ്പോൾ തൽക്കാലമില്ല. അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ അത് ചോദിക്കേണ്ടത് കേന്ദ്രത്തോടാണ് താനും. അപ്പോൾ പിന്നെ ഈ ഓണറേറിയം 700 രൂപ 21,000 എന്താണ് അതിൽ വ്യക്തത? അതായത് ഞങ്ങൾ വച്ചിരിക്കുന്ന 700 രൂപ നേരത്തെ സ്മൃതി സൂചിപ്പിച്ചതുപോലെ 10 വർഷം മുമ്പ് ഉമ്മൻചാണ്ടി ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇളമരം കരീം അന്ന് ആവശ്യപ്പെട്ടത് 10,000 രൂപ ഓണറേറിയമായി വർദ്ധിപ്പിക്കണം. അത് കഴിഞ്ഞ് 2021 LDFിൻ്റെ പ്രകടന പത്രികയിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് 700 ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഇന്ന ആളുകൾക്ക് ആശാവർക്കർമാർ അടങ്ങുന്ന ആളുകൾക്ക് 700 രൂപ അച്ചടിച്ചു വെച്ചിരിക്കുന്ന കാര്യം എനിക്കറിയുള്ളൂ. വാദം ഉണ്ട്, 45-ാം ഭാഗത്തുണ്ട്. അത് വേണമെങ്കിൽ അത് അയച്ചു തരാം, അത് ആർക്ക് വേണമെങ്കിലും അയച്ചു കൊടുക്കാം. അവരുടെ കയ്യിൽ അത് ഉണ്ട്. പക്ഷേ അത് മറച്ചു വെച്ചുകൊണ്ട് സംസാരിക്കുന്നു. സംസാരിച്ചോട്ടെ. ഞാൻ ചോദിക്കുന്നത്, ഈ കേരളത്തിൽ ഒരു ദിവസം എത്ര രൂപ വരുമാനമുണ്ടെങ്കിൽ ഒരു കുടുംബത്തിന് ജീവിച്ചു പോകാൻ? അതിലൊരു തർക്കവുമില്ല മിനി. ഒറ്റ മിനിറ്റ്. ഇത് ഒരു വാദമായി വീണ ജോർജ് തന്നെ പുറത്തുവിട്ടതാണല്ലോ ഈ പ്രകടന പത്രികയിലെ പേജ്. ഒരു മിനിറ്റ് നമുക്കതിൽ വ്യക്തത വരുത്തി പോകാം. മിനിമം കൂലി 700 രൂപയാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കും. സ്ത്രീ പുരുഷ തൊഴിലാളികളുടെ വേതന അന്തരം കുറയ്ക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. ഇത് ഒരു പോയിന്റായി പറയുകയാണ്. 890 പോയിന്റായി തൊഴിൽ നയവുമായി ബന്ധപ്പെട്ട്. എന്നിട്ട് 891 പോയിന്റാണ് അംഗൻവാടി ജീവനക്കാർ, ആശാവർക്കർമാർ, സ്കൂൾ പാചക തൊഴിലാളികൾ തുടങ്ങിയ സ്കീം വർക്കേഴ്സിനെയും പഞ്ചായത്തുകളിലെ പാലിയേറ്റീവ് ഓഫീസർമാർ, നഴ്സുമാരുടെയും കുടുംബശ്രീ ജീവനക്കാരുടെയും സ്കൂളുകളിലെയും പഞ്ചായത്തുകളെയും കൗൺസിലേഴ്സ് അങ്ങനെ തുടങ്ങി അവരുടെ ഓണറേറിയം ഇടതുപക്ഷ സർക്കാർ ഗണ്യമായി ഉയർത്തുകയുണ്ടായി. ഈ സമീപനം ശക്തിപ്പെടുത്തും എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഓണറേറിയം ഉയർത്തുമെന്നേ ഉള്ളൂ. ഇതിൽ ഈ പറയുന്ന 700 രൂപ എന്നുള്ളത് നിങ്ങളുടെ കാര്യമല്ല എന്നാണ് വാദം. എന്നാൽ 2021 LDF പ്രകടന പത്രികയിലെ ഐറ്റം 44 പേജ് 24 സാമൂഹ്യ സുരക്ഷ എന്ന ഭാഗത്ത് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. സാമൂഹ്യ പെൻഷനുകൾ ഘട്ടം ഘട്ടമായി 2,500 രൂപ ഉയർത്തും. അത് ഉയർത്തിയിട്ടില്ല, നമുക്കറിയാം. അംഗൻവാടി ആശാവർക്ക് റിസോഴ്സ് അധ്യാപകർ തുടങ്ങി ആനുകൂല്യങ്ങൾ കാലോചിതമായി ഉയർത്തും. മിനിമം കൂലി 700 രൂപയാക്കും. അത് കേന്ദ്ര ഗവൺമെൻറ് തരുമ്പോഴെന്നോ നിങ്ങളെ തൊഴിലാളിയായിട്ട് അംഗീകരിക്കുമ്പോൾ തരുമെന്നോ അല്ല പറഞ്ഞു വച്ചിരിക്കുന്നത്. കാരണം ഈ പ്രകടന പത്രികയ്ക്കൊരു പ്രത്യേകതയുണ്ട്. കാരണം ഇതിന് തൊട്ട് മുമ്പത്തെ ഗവൺമെൻറ് സമയത്താണ് കോവിഡ് വന്നത്. കോവിഡിൻ്റെ മുന്നണി പോരാളികളായിരുന്നു ആശാവർക്കർമാർ. കേരളം നമ്പർ 1 ആരോഗ്യരംഗത്ത് വന്നതിൻ്റെ ഒരു ലാൻഡ്മാർക്കായി കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളെയാണ് സർക്കാർ എടുത്തു കാണിക്കുന്നത്. നമ്മൾ എത്രയോ തവണ ചർച്ച ചെയ്തു. വലിയ അവാർഡുകളൊക്കെ ആരോഗ്യമന്ത്രി അടക്കം പോയി കൈപ്പറ്റി വന്നത്. അപ്പോൾ അതൊക്കെ ആശാവർക്കർമാർ ഫീൽഡിൽ ഇതിനൊരു കയ്യുറ പോലും മര്യാദയ്ക്കില്ലാതെ പ്രവർത്തിച്ച് ജീവൻ കൊടുത്ത് പ്രവർത്തിച്ചതിൻ്റെ ഫലമാണ്. അപ്പോൾ അങ്ങനെ പ്രവർത്തിച്ചു വന്നതിൻ്റെ ഒരു തുടർച്ച എന്നോണം അത് അവകാശപ്പെട്ടുകൊണ്ട് വന്നതുകൊണ്ടാണ് ഈ പ്രകടന പത്രികയുടെ ഈ ഭാഗം അത്രയേറെ പ്രസക്തമായിരിക്കുന്നത്. അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ആശാവർക്കർക്ക് ഒരു വാക്ക് എവിടെയെങ്കിലും പരാമർശിക്കുമോ സ്മൃതി? അതൊക്കെ അവഗണിക്കപ്പെട്ട വാക്കുകളാണ്. അരികുവൽക്കരിക്കപ്പെട്ട ആളുകളുടെയൊക്കെ അവഗണിക്കപ്പെട്ടതാണ്. തെരഞ്ഞെടുപ്പ് സമയത്ത് അതൊന്നും ഉയർത്താറ് പോലുമില്ല. പക്ഷേ ഉയർത്താൻ നിർബന്ധിതമായത് ഈ ഒരു കാലഘട്ടം കഴിഞ്ഞിട്ട് അടുത്തൊരു ടേം ആയതുകൊണ്ടാണ് അതങ്ങനെ പറയേണ്ടി വരുന്നത്. അതുകൊണ്ട് ഇത് കയ്യിലുണ്ട്, അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ മിനിമം എന്താണ് പറഞ്ഞിരിക്കുന്നത്? മിനിമം കൂലി ശരിയാണ്, അദ്ദേഹം പറഞ്ഞു തൊഴിലാളിയായിട്ട് അംഗീകരിക്കുമ്പോൾ. പക്ഷേ പ്രകടന പത്രിക പറഞ്ഞിരിക്കുന്നു. ഞങ്ങൾ പറഞ്ഞത് ഇത് ഞങ്ങളായിട്ടുണ്ടാക്കിയൊരു മുദ്രാവാക്യമല്ല. ഈ നേരത്തെ പറഞ്ഞല്ലോ CIT മറ്റ് സംസ്ഥാനങ്ങൾ സമരം ചെയ്യുമ്പോൾ 26,000 രൂപ ചോദിക്കുന്നു. എങ്ങനെയാണത് ചോദിക്കുന്നത്? അതേ ലോജിക്കേ ഉള്ളൂ ഇവിടെയും. അവിടെ എന്താണ് പറയുന്നത് ലോജിക്ക്? തൊഴിലാളിയായി അംഗീകരിച്ച് കേന്ദ്ര ഗവൺമെൻറ് തരണമെന്നല്ലോ ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഒരു കാര്യം 2 പേർക്കും 2 തരത്തിൽ അവതരിപ്പിക്കുന്നത് ശരിയല്ല. നിങ്ങൾ എത്രയോ ദിവസമായിട്ട് തെറ്റിദ്ധരിപ്പിച്ചോളൂ. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ പൊതുസമൂഹം എന്താ ചിന്തിക്കുന്നത്? ഞങ്ങളോട് പണിയെടുക്കുന്ന ആളുകൾ വന്ന് ഐക്യപ്പെടുകയാണ്. നിങ്ങൾ എങ്ങനെ ഈ കൂലി കൊണ്ട് ജീവിച്ച് ചോദിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രി ചർച്ചയിൽ പറഞ്ഞു നിങ്ങൾ 2 ദിവസം പണിയെടുത്താൽ നിങ്ങൾക്ക് 10,000 രൂപ കിട്ടാനുള്ള പ്രൊവിഷനാണ് ഞങ്ങൾ പുതിയ ഓർഡർ ഉണ്ടാക്കിയിരിക്കുന്നത്. ബാക്കി ദിവസം നിങ്ങൾ മറ്റു പണിക്ക് പോകാനെന്ന് പറഞ്ഞാൽ നിങ്ങൾ കുടുംബം പുലർത്തണമെങ്കിൽ വേറെ പണിക്ക് പോകണം. അതാണ് ചുരുക്കം പറഞ്ഞാൽ. അല്ല, മറ്റു പണികൾക്ക് പോകുന്നവരാണ് നിങ്ങൾ പ്രധാനമായും പറഞ്ഞുകൊണ്ടിരുന്നത്. മറ്റു പണികൾക്ക് പോകുന്നവരാണ്, തൊഴിലുറപ്പ് പണിക്കൊക്കെ പോകുന്നവരാണ് ഭൂരിഭാഗവും. നിങ്ങൾക്ക് കണക്കുകൾ പറയുകയാണ്. അതെ. പക്ഷേ ആശാവർക്കർമാരോട് ചോദിച്ചു നോക്കുക കാര്യങ്ങൾ. രാവിലെ മുതൽ രാത്രി വരെ പണിയാണ്. ഒരു നടു നിവർത്താറില്ല. എന്തിന്? ഞായറാഴ്ച പോലും ഞങ്ങളുടെ അനുഭവം എന്താണ്, ഞായറാഴ്ച ഒരു മീറ്റിംഗ് വെച്ചാൽ പോലും വരാൻ പറ്റില്ല. അന്ന് പോലും ഇവർക്ക് ഡ്യൂട്ടി ഉണ്ട്.
നമ്മൾ കണ്ടല്ലോ ഈ സമരം നടക്കുമ്പോൾ എത്ര ദിവസമാണ് സമരത്തിൻ്റെ ദിവസം അടിയന്തര പരിപാടികൾ വെക്കുന്നത്, ട്രെയിനിങ് വെക്കുന്നത്. ഇവിടെ സാറ് പറയുന്നത് കേട്ടു വോളണ്ടിയർ വർക്ക്. എന്താണ് കൂലി ചോദിക്കുമ്പോഴുള്ള വോളണ്ടിയർ? ജോലി ചെയ്യാൻ കമ്പൽസറിയാണത്, കമ്പൽസറി. ഒരാൾക്കും അതിനകത്തുനിന്ന് വിടുതലില്ല. അങ്ങനെ വിട്ടു വന്നാൽ 700 രൂപ കുറയ്ക്കും, അതല്ലേ നിബന്ധന? എന്തുകൊണ്ട് ഓണറേറിയത്തിൻ്റെ നിബന്ധന? അപ്പോൾ വിട്ടു വന്നാൽ കുറയ്ക്കും. അപ്പോൾ ഇത് മനസ്സിലായില്ല എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. വളരെ വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് അതിനെ തെറ്റിദ്ധരിപ്പിക്കാൻ നടത്തുന്ന പരിശ്രമങ്ങൾക്കപ്പുറത്തേക്ക് യാതൊരു കാര്യവുമില്ല. അതുകൊണ്ട് ദയവേത് നമ്മൾ ചർച്ച ചെയ്ത് പൊതുജനത്തിന് ബോധ്യപ്പെട്ട കാര്യങ്ങൾ വീണ്ടും ചർച്ച ചെയ്ത് അത് നിങ്ങൾ വ്യാഖ്യാനിക്കുന്ന വഴി സത്യത്തിൽ അതിന് ശ്രമിക്കുന്നതാണ് അങ്ങേയറ്റം ഒരു ദാരുണമായ സംഭവം എന്ന് എനിക്ക് പറയേണ്ടി വരും. അങ്ങനെ ചെയ്യരുത്. കാരണം ഓൾറെഡി അതെല്ലാം നമ്മുടെ പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്തപ്പെട്ട സാധാരണക്കാരനെ ഇപ്പോൾ സാധാരണക്കാർ ഓർഡിനറിയെയും ഇൻസെൻറ്റീവിനെയും കുറിച്ച് വളരെ വാചാലമായി സംസാരിക്കുകയാണ് ഇത്രയും ദിവസത്തെ ചർച്ചകളുണ്ട്. അത്രയേറെ ലളിതവൽക്കരിച്ച കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടും വീണ്ടും അതിൽ കിടന്ന് എന്തിനാണ് കടിപിടി കൂടുന്നത് എനിക്ക് മനസ്സിലായില്ല. ഒറ്റ കാര്യങ്ങളുള്ളൂ, സർക്കാർ തരാൻ ഉദ്ദേശിക്കുന്നില്ല, നിങ്ങൾക്ക് തരില്ല എന്നേ ഉള്ളൂ. ഞങ്ങൾ സമരം വരുന്നതിന് ശേഷമല്ലേ PSC മെമ്പർമാർക്ക് കൊടുത്തത്, തോമസ് മാഷിന് കൊടുത്തത്. ആർക്കൊക്കെ കൊടുക്കുന്നു? ഹെലികോപ്റ്ററിന് വാടക കൊടുക്കുന്നു, കാറ് വാങ്ങുന്നു, എന്തൊക്കെ നടക്കുന്നു. അപ്പം ഞങ്ങൾക്ക് ആശാ വർക്കർമാർക്ക് പണിയെടുക്കുന്നവർക്ക് തരാൻ മനസ്സില്ലെന്ന് പ്രഖ്യാപിക്കുക. പക്ഷെ അത് ശരിയല്ല. Debate with Smriti Parithikar.